റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തതായി പറഞ്ഞു വഅക്ലുർ റിബ, പലിശ ഭുജിക്കുക എന്നുള്ളതാണ്. പലിശ ഭുജിക്കുക എന്നത് അതിന് പലർക്കും നിസ്സാരമായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അർരിബ 73 ബാബ, പലിശ എന്ന ചിന്മയുടെ ആ പാപത്തിന്റെ ശിക്ഷ അതിന് 73ഓളം പദവികളുണ്ട്. എന്നിട്ട് പറയുകയാണ് അതിലേറ്റവും നിസ്സാരമായത് ഒരു വ്യക്തി അവൻ തന്റെ മാതാവിനോട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നതാണ് അതിലേറ്റവും നിസ്സാരമായതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അത് തന്നെ എത്ര ഗൗരവമാണ്. അപ്പോൾ പലിശയുടെ ഏറ്റവും കടുപ്പമേറിയ ശിക്ഷ അതെത്രയായിരിക്കും നാം ഒന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് പലിശ എന്നത് പലർക്കും ഇന്ന് നിസ്സാരമാണ്. വീടെടുക്കണമെങ്കിൽ, വാഹനം മേടിക്കണമെങ്കിൽ, മകളുടെ കല്യാണം കഴിക്കണമെങ്കിൽ എല്ലാത്തിനും പലിശയുമായി ബന്ധപ്പെടുന്നവരാണെന്ന് അത്തരത്തിലുള്ളൊരു സമീപനം നമുക്കുണ്ടാകാൻ പാടില്ല. പലിശ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. പലിശയുമായി പൂർണ്ണമായും നാം വേറിട്ട് നിൽക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലയോ ഈമാനുള്ളവരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വദറു മാ ബഖിയ മിനർ റിബ ഇൻ കുൻതും മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശ നിഷിദ്ധമാക്കുകയാണ്. എന്നിട്ട് അല്ലാഹു മുഅ്മിനീങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് പലിശയുടെ വകയിൽ ബാക്കി കിട്ടാനുള്ളത് അതൊക്കെ നിങ്ങൾ ഒഴിവാക്കിക്കൊള്ളുക, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. എന്നിട്ട് അല്ലാഹു പറയുന്നു ഫഇല്ലം തഫഅലു ഫഅദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലി, നിങ്ങൾ അത് ഒഴിവാക്കാൻ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അല്ലാഹുവിൽ നിന്നും അവന്റെ റസൂലിൽ നിന്നും നിങ്ങൾക്കെതിരെയുള്ള യുദ്ധത്തിന്റെ പ്രഖ്യാപനം നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു യുദ്ധം പ്രഖ്യാപിച്ച ഒരേ ഒരു ചിന്മ അത് പലിശയാണ്. അതുകൊണ്ട് പലിശയുമായി നമുക്ക് ബന്ധമുണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി പറയുകയാണ്, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആകില റിബ വമുകിലഹു വകാതിബൈഹി വശാഹിദൈഹി വഖാല ഹും സവാഉൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പലിശ വാങ്ങുന്നവനും പലിശ നൽകുന്നവനും അത് എഴുതി വെക്കുന്നവനും അതിന് സാക്ഷിയായി നിൽക്കുന്നവരും അവരെല്ലാവരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിരിക്കുന്നു. എന്നിട്ട് അവിടുന്ന് പറയുകയുണ്ടായി, വഖാല ഹും സവാഉൻ, അവരെല്ലാവരും തിന്മയിൽ പാപത്തിൽ സമക്കാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്.